ഒരു രക്ഷയുമില്ലാത്ത തിരക്കാണ് പോയ മണ്ഡലകാലത്ത് ശബരിമല കണ്ടത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വരുന്നവരും സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്നവരും ഒരു ബുക്കിംഗുമില്ലാതെ ശരണം വിളിച്ചിങ്ങ് കയറിപ്പോരുന്നവരും ഒക്കെയായി 1.25 ലക്ഷം പേർ ദിനം പ്രതി എത്തിയപ്പോൾ മല നിറഞ്ഞു കവിഞ്ഞു. പത്തും 17 മണിക്കൂർ ക്യൂ നിന്ന് വലഞ്ഞ് മല ചവിട്ടാതെ മടങ്ങിയവർ ഏറെയാണ്. വെള്ളം പോലും കിട്ടാതെ വണ്ടിയിലിരുന്ന് വലഞ്ഞ് പാതി വഴിയിൽ തിരികെ പോയവരും ഏറെയാണ്. തിരക്കു നിയന്ത്രിക്കാനും അവശ്യ സേവനങ്ങൾ ഒരുക്കാനും കഴിയാതെ സർക്കാർ ചില്ലറ വിമർശനങ്ങളല്ല കേട്ടത്. ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ ദേവസ്വം ബോർഡും കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും ശബരിമലയിലെ ദൃശ്യങ്ങൾ പരിതാപാവസ്ഥ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ പോന്നതായിരുന്നു. 18 മണിക്കൂറായി ഞാൻ ലൈനിൽ നിൽക്കണം. ഇന്നലെ 5 മണിക്ക് ഞാൻ കയറിയതാ ലൈനിൽ പമ്പയിൽ. അവിടെ നിന്ന് ഇവരൊരു എങ്ങാണ്ടോ കൊണ്ട് കയറ്റിയിട്ടു. 3 മണിക്കൂർ അവിടെ കൂട്ടിയിട്ടു. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ പ്രകാരം പോകണം വിചാരിച്ചിട്ടാണ്. നമുക്കെന്ന് വെച്ചാൽ പാർട്ടിയും കാര്യങ്ങളില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് ലൈൻ ആയതുകൊണ്ട് ഓരോരുത്തർ കയറുക ഇറങ്ങുക ഇത് തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കൊടുക്കുന്ന എന്താ ഈ ദേവസ്വം മന്ത്രിയുടെ മകളെ കല്യാണം കൂടാനാണോ അതോ ഈ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കൂടാനാണോ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത്? முதல்ல அடைச்சடைச்சு விட்டாங்க. குழந்தை ஒன்றுக்கு போகிறது கூட யூரின் பாஸ் பண்ண கூட முடியல. அப்படி மணிக்கணக்கில் அடைச்சி வைக்கிறாங்க. குடிக்க தண்ணி இல்லை, ஒரு சுத்தமான டாய்லெட், க்ளீன் டாய்லெட் இல்லை, நிறைய பிரச்சனை தான். அடிக்கிறாங்க, முதுகுல குத்தி தூக்கி தள்ளுறாங்க. அது வேணா என்னோட കംപ്ലൈന്റ് ആണ്. ഞാൻ 17 കൊല്ലം 15ാമത്തെ കൊല്ലം ഈ വരുന്നത്. ഇതുവരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് കൊച്ചുകുട്ടികളൊക്കെ തലയിട്ട് വീഴാനും അവർക്ക് വേണ്ട ഒരു സൗകര്യമില്ല. എന്താ സമയം ഇതൊക്കെ ഇങ്ങനെ? ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുന്ന ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു ബിസ്ക്കറ്റ് മാത്രമാണ് കഴിച്ചത്. ഇന്ന് രാത്രി വന്നതാണോ? ഇന്നലത്തെ കഴിഞ്ഞ് വന്ന தண்ணி கிடைக்குது, பிஸ்கட் கிடைச்சது, கீழே எதுவுமே கிடைக்கல, வாட்டர் எதுவுமே கிடைக்கல. ആദ്യത്തെ പിഴവുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാണ് മകരവിളക്ക് കാലത്തെ പ്രതിസന്ധികൾ പിന്നെ മറികടന്നത്. മണ്ഡലകാലവും മകരവിളക്കും കഴിഞ്ഞ് സഭയിലെത്തിയപ്പോൾ പക്ഷേ മന്ത്രിക്ക് എല്ലാം രാഷ്ട്രീയ ആരോപണങ്ങൾ. തിരക്കിന്റെ പേരിൽ ശബരിമല സന്നിധാനത്ത് എത്താതെ പോയ മാലയൂരി തിരിച്ചുപോയ ഭക്തർ കപട ഭക്തന്മാരെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. യഥാർത്ഥ ഭക്തർ ആരും ദർശനം നടത്താതെ തിരികെ പോയിട്ടില്ല എന്നും ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതായത് സന്നിധാനത്ത് വന്നിട്ട് അവിടെ അങ്ങ് പറഞ്ഞ് ശരിയാണ്, 80,000 ഭക്തർ വരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാം. അവിടെ 1,25,000 വരെ ഒരു ദിവസം വരികയാണ്. 18ാം പടി കയറാൻ എങ്ങനെ ശ്രമിച്ചാലും 80,000 പേർക്കാണ് കഴിയുക. അതുകൊണ്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ തന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ മേൽശാന്തിയായിട്ട് ചർച്ച ചെയ്ത് അവിടെ ദർശന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരുന്ന 2-3 ആളുകളെ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ്. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സകല കുഴപ്പങ്ങൾക്കും കാരണം പോലീസിന്റെ ഇടപെടലാണ് എന്ന എം വിൻസെന്റ് MLA വിമർശനത്തിലാണ് മന്ത്രി സ്വരം കടുപ്പിച്ചത്. സർ, ചരിത്രത്തിലാദ്യമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിട്ട് അംഗീകരിക്കുന്നു. സർ, എൻ്റെ ചോദ്യം, സർ, അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി. മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ 40,000 പരിമിതപ്പെടുത്തി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അത് 70,000-വും 80,000-വുമായി മാറി. അപ്പോൾ 80,000 പേർ വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ
ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ശബരിമലയിൽ സർക്കാരിന് പല ഭാഷകളിൽ തെറി കേട്ടു എന്ന PC വിശ്വനാഥിന്റെ പരിഹാസം. വെള്ളം കുടിക്കാനില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാതെ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പരിശോധിച്ച് വരും വർഷങ്ങളിൽ ഇങ്ങനെ ഈ സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ ഈ വഴിയിൽ കിടക്കുന്ന ഈ പ്രത്യേകിച്ച് പോലീസ് തടഞ്ഞ സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ, അവിടങ്ങളിൽ അതിനുള്ള സൗകര്യം ഒരുക്കണം. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു. പക്ഷേ സർക്കാരിന് നല്ലതല്ല. മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഇനി ഉണ്ടാകുന്നത് ഒഴിവാക്കണം. ദേവസ്വം മന്ത്രി വിശ്വാസികളെ അപമാനിക്കുന്നുവെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വിശ്വാസികളുടെ ആചാരത്തെയാണ് മന്ത്രി അവഹേളിച്ചത്. വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കാൻ മന്ത്രിക്ക് ധൈര്യമുണ്ടാകുമോ എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇദ്ദേഹമൊക്കെ ഏതു നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ് എന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു. തിരക്ക് കാരണം, ബുദ്ധിമുട്ട് കാരണം 12 മണിക്കൂർ 14 മണിക്കൂർ ക്യൂ നിന്ന് ബോധം കെട്ട് വീണ അയ്യപ്പ ഭക്തന്മാർ മാലയൂരി തിരിച്ചു പോയത് അവർ കപടവിശ്വാസികളായതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ദേവസ്വം മന്ത്രിമാരാക്കിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ? ഇയാൾ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ്? ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് അവർ ചെയ്തു കൊടുത്തില്ല. എന്നിട്ടാണ് അവർ 20-18 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നത്. അവസാനം ക്യൂ നിന്ന് കുഴഞ്ഞു വീഴുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകളെയാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ കളിയാക്കിയിരിക്കുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ? ശബരിമല തീർത്ഥാടകരോടായതുകൊണ്ടാണല്ലോ താങ്കൾ ഇത്രയും മ്ലേച്ഛമായ നീചമായ പരാമർശങ്ങൾ നടത്തുന്നത്. ദർശനം കിട്ടാതെ മടങ്ങിയത് കപട ഭക്തരെന്ന മന്ത്രിയുടെ പ്രസ്താവന തിരുത്തണമെന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര ഉപദേശക സമിതി അധ്യക്ഷൻ രാജീവ് രവീന്ദ്രൻ. ധാരാളം ഭക്തർ ഇവിടെ എത്തി മടങ്ങി, അതിനെല്ലാം തെളിവുള്ളതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം മന്ത്രി പറഞ്ഞത് തന്നെ തെറ്റായ നടപടി. കാരണം വരുന്നവർ ഭക്തരാണെന്നോ അല്ലെങ്കിൽ കപട ഭക്തരാണെന്നോ തെളിയിക്കാൻ അല്ലെങ്കിൽ അളക്കാനുള്ള പോലുകളൊന്നും ആരുടെ കയ്യിലും ഇല്ല. ഈ അയ്യപ്പൻ ജനിച്ച് വളർന്ന മണ്ണിലേക്ക് വന്ന് അവരൊരു ഇതെങ്കിലും കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ശബരിമലയിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ വന്നത്. എല്ലാ വർഷവും ഇങ്ങനെ ഇല്ലായിരുന്നു, ഈ വർഷം മാത്രമാണ് ഇങ്ങനെ ഉണ്ടായത്. അതിന് മന്ത്രി അങ്ങനെ ഒരു നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് റെക്കോർഡിങ്ങിൽ അത് തിരുത്തണമെന്നാണ് നമ്മുടെ ഉപദേശ സമിതിയുടെ അഭിപ്രായം. ഇവിടെ ഭക്തർ വന്നത് അവിടെ തൊഴാനൊക്കാതെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഭക്തർ ഇവിടെ വന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ്. ആദ്യത്തെ 2 ദിവസമാണ് ആയിരക്കണക്കിന് കൂടുതൽ ആൾക്കാരും, പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് ഒരു 3-4-5 ഒരാഴ്ചയോളം 10,000-ന് മേളിൽ 5,000-ന് മേളിലോട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. നിങ്ങൾക്ക് ആഴി കൂട്ടിയിട്ട് തേങ്ങ അവിടെ നിക്ഷേപിക്കുമായിരുന്നു, ബാക്കി നെയ്യ് ഇവിടെ വെച്ചിട്ട് പോയി അത് ലേലം ചെയ്തത് ഇന്നലെ 3 പേരെ നിർത്തിയാണ് 2 ദിവസം മുമ്പ് ദേവസ്വം ബോർഡ് അത് ഒട്ടിച്ച് നെയ്യ് മാറ്റിയിട്ട് അത് ലേലം ചെയ്തത്. ഇതിനൊക്കെ തെളിവുള്ളതാണ്.